നെഹ്റു പണ്ട് ചത്ത കുതിര എന്നുരത്ത ലീഗ് ധീരസിംഹമായി ഉയർത്തെണീറ്റു ഇന്ന് മുസ്ലിം ലീഗ്. പാട്ട് മുസ്ലിം ലീഗിലെ ഒരു കുട്ടിക്കും വയനാട് ജില്ലയിൽ പാടാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ചിഹ്നമോ മുസ്ലിം ലീഗിന്റെ പതാകയോ എന്തിനേറെ മുസ്ലിം ലീഗ് എന്ന് ഉച്ചരിക്കാൻ പോലും വയനാട് ജില്ലയിൽ അവകാശമില്ലാതായിരിക്കുന്നു മുസ്ലിം ലീഗുകാർക്ക്. പൊന്നാനിയെ പോലെ മഞ്ചേരിയെ പോലെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ മുസ്ലിം ലീഗിന് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അവിടെയാണ് മുസ്ലിം ലീഗിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് തീവ്രവാദ സംഘടനയോ കോൺഗ്രസ് നയം വ്യക്തമാക്കണം. ഏവർക്കും എന്റെ കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ നിന്നും വിജയിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ വയനാട് മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത്. മുസ്ലിം ലീഗ് അകമഴിഞ്ഞ് പ്രവർത്തിച്ചു, അകമഴിഞ്ഞ് സഹായിച്ചു. ആ മുസ്ലിം ലീഗിനോടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നന്ദികേട് കാണിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വൻ പരാജയമായിരുന്നു. ഉത്തർപ്രദേശിലൊക്കെ പച്ച പതാകയും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോവും വെച്ച് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ഉത്തർപ്രദേശിൽ BJP പ്രചരണം നടത്തിയത്. അങ്ങനെയാണത്രേ പലയിടങ്ങളിലും BJP വിജയിച്ചതും കോൺഗ്രസിന് സീറ്റ് നഷ്ടമായതും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ പതാക കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ വരുന്ന രാഹുൽ ഗാന്ധി വരുന്ന ഒരു പരിപാടിയിലും മുസ്ലിം ലീഗിന്റെ പേര് പറയാൻ പാടില്ല, മുസ്ലിം ലീഗിന്റെ ചിഹ്നം കാണാൻ പാടില്ല, മുസ്ലിം ലീഗിന്റെ പതാക കാണാൻ പാടില്ല. കാരണം BJP മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് കാണുന്നത്, ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. ആ തീവ്രവാദ സംഘടനയോടൊപ്പം രാഹുൽ ഗാന്ധി പങ്കുചേരുന്നു. അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് രാഹുൽ ഗാന്ധി വിജയിക്കുന്നത്. അവർക്ക് വേണ്ടി സഹകരിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി എന്നാണത്രേ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പതാകയോ ചിഹ്നമോ ഒരിടത്തും കാണാൻ പാടില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനേക്കാളും ബഹുരസം മറ്റൊന്നാണ്. മുസ്ലിം ലീഗിനോട് നേരിട്ട് നിങ്ങളുടെ പതാക ഉപയോഗിക്കരുത്, നിങ്ങളുടെ ചിഹ്നം ഉപയോഗിക്കരുത്, നിങ്ങളുടെ പേര് പറയരുത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ UDF-ലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പതാക ഉപയോഗിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തൊരു ഗതികേടിലേക്കാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു അനവധി തവണ ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എത്തി നിൽക്കുന്നത്. BJP-യെ പേടിച്ച് ഞാൻ ഇന്ന പാർട്ടിയുടെ നേതാവാണ്, ഇന്ന പാർട്ടിയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്, എന്നെ പിന്തുണക്കുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ മുസ്ലിം ലീഗുകാരാണ്, മറ്റുള്ള പാർട്ടികളാണ്, അവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്, അല്ലാതെ തീവ്രവാദികളല്ല. അവരൊക്കെ ഭാരതാംബയുടെ മക്കളാണ്, അല്ലാതെ തീവ്രവാദികളല്ല. അവരെയൊക്കെ നമ്മോടൊപ്പം ചേർത്ത് വെക്കേണ്ടവരാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് BJP-യുടെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കേണ്ടതിന് പകരം BJP എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു കൊടുത്തു. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കേണ്ടതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ പാർലമെന്റിലേക്ക് അയച്ചാൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക്
സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക. കാര്യലാഭത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ പോലും അകറ്റി നിർത്തുന്ന ഇവരെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുക? ഒരു പാർട്ടിയാകുമ്പോ, തെരഞ്ഞെടുപ്പാകുമ്പോ ആ പാർട്ടി വിജയിക്കാൻ വേണ്ടി ആ പാർട്ടിയുടെ കളവുകളും കൊള്ളരുതായ്മയും നെറികേടുകളും ഭരണത്തിലെ അഴിമതികളും മായ്ക്കപ്പെടാൻ വേണ്ടി, അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയാണ് മറുകക്ഷിക്കുണ്ടാവേണ്ടത്. അല്ലാതെ മുസ്ലിം ലീഗിനെ ഒപ്പം ചേർത്തത് കൊണ്ട് പാകിസ്ഥാനിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ്, പച്ച പതാക പുതച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് എന്ന് ഉത്തർപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പച്ച പതാക എന്തിയ രാഹുൽ ഗാന്ധിയെയാണ് BJP പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അവർ വോട്ട് നേടുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് തിരുന്നിക്കൂടാത്തവരാണ്, തൊട്ടുകൂടാത്തവരാണ് എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. മാറി നിൽക്കൂ. മുസ്ലിം ലീഗ് എന്ന പേര് ഉച്ചരിച്ചു പോകരുത്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നാൽ മതി, ഞങ്ങൾ വിജയിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അധ്വാനം മതി. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ പേരോ നിങ്ങളുടെ പതാകയോ ഉച്ചരിച്ചു പോകരുത്. BJP പറഞ്ഞിരിക്കുന്നു നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ പാകിസ്ഥാനികളാണ് എന്ന് പറയുന്ന കോൺഗ്രസിനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി വിയർപ്പൊഴിക്കുന്ന മുസ്ലിം ലീഗുകാരോടാണ് എനിക്ക് സഹതാപമുള്ളത്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇത് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടാ? ഞങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് പ്രവർത്തിക്കാനും പേര് പറയാനും ഞങ്ങളുടെ പതാക എവിടെയും കൊണ്ടുപോകാനും എവിടെയും ഉയർത്തിക്കാണിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് എന്തുകൊണ്ട് ഇത് പറയാനുള്ള ചങ്കൂറ്റമില്ലാതെ പോയി? യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അമ്പെ നാണം കെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്വയം നാണം കെടുകയും അനുയായികളെ നാണം കെടുത്തുകയുമാണ്. തന്റെ ഇടമില്ലാത്ത നേതൃത്വമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വം മാറിയിരിക്കുന്നു. സ്വന്തം അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടിട്ട് അതിനെ നേരിടാൻ കഴിയാത്ത ഒരു നേതൃത്വമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വം മാറിയിരിക്കുന്നു. ഇനിയും മുസ്ലിം ലീഗ് ഉണർന്ന് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി മുസ്ലിം ലീഗ് നേതൃത്വം മാറിയെങ്കിൽ നെഹ്റു പണ്ട് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് സംസ്ഥാനത്ത് ചത്തുപോവുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗിന്റെ അനുയായികൾ നേതൃത്വത്തോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വ്യക്തമായ മറുപടി അവർക്ക് കിട്ടിയില്ല എങ്കിൽ അവർ മുസ്ലിം ലീഗിനെ കൈവിടുക തന്നെ ചെയ്യും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.